വിശേഷം എന്ന ചിത്രത്തിലെ നായകനെ കുറിച്ചാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളില്ലാത്ത ദമ്പതികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ട്രോമ തുടങ്ങിയ കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇതിലെ നായകൻ്റെയും നായികയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. വളരെ വേർഡായിട്ടുള്ള കോംബോ ആയിട്ട് പലർക്കും തോന്നാം, ആഹാ ഇതെന്താ ഇങ്ങനെ, ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു രസമുണ്ട്. പക്ഷേ ഇതിലെ നായകൻ കഷണ്ടിയാണ്, ഇതിലെ നായകന് മീശയില്ല, ഇതിലെ നായകന് ഇച്ചിരി വണ്ണമുണ്ട്, അല്ലെങ്കിൽ കുടവയറുണ്ട്, പൊക്കക്കുറവാണ്, ഉയരക്കുറവാണ്, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ സിനിമ മുന്നോട്ട് പോകും തോറും ഇവർ തമ്മിലുള്ള ലൈംഗിക ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം പൊക്കം കുറഞ്ഞ അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞ കഷണ്ടി ആയിട്ടുള്ള മീശയില്ലാത്ത വയറ് ചാടിയ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഫെമിനിൻ ആയിട്ട് സംസാരിക്കുന്ന ഈ വക നേച്ചറുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സ്ത്രീകളെ സെക്ഷലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റത്തില്ല, അവർ കുറച്ചും കൂടി ഇൻഫീരിയർ ആണ് എന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് തികച്ചും അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് ബ്രേക്ക് ചെയ്തൊരു സിനിമയുണ്ട്, മുംബൈ പോലീസ്. മുംബൈ പോലീസ് എന്ന സിനിമയ്ക്കകത്ത് ആന്റണി മോസിസ്, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ, ഹൈപ്പർ മാസ്കുലിൻ. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സംസാര രീതികൾ, പൗരുഷം, എന്തിനേതിനെയും വളരെ ഗൗരവത്തോടെ വളരെ ബോൾഡായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി ഇതിൻ്റെ ഒടുക്കം വരുമ്പോൾ സ്വർഗാനുരാഗിയാണ് അല്ലെങ്കിൽ ഹോമോസെക്ഷലാണ് എന്ന് അറിയുമ്പോൾ പ്രേക്ഷകനുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ വളരെ വലുതാണ്. കാരണം വളരെ ഹൈപ്പർ ആയിട്ട് ഭയങ്കര മസ്കുലിൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഗേ ആണ് എന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ നിമിഷം അവർക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേസമയം മലയാള സിനിമകളിൽ അതുവരെ ഈ പറയുന്ന ഹോമോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികളെ കാണിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ഫെമിനിനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ചാന്തുപൊട്ടി രീതിയിൽ ആ ഒരു രീതിയിൽ സംസാരിക്കുകയും മാനറിസംസ് കാണിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെയായിരുന്നു അവിടെ വരെ, അല്ലെങ്കിൽ അതിനു മുമ്പ് വരെ മലയാള സിനിമയിൽ പല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം ഇതുപോലെ തന്നെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയ്ക്കകത്ത് ബാബുരാജിൻ്റെ ക്യാരക്ടർ അതുവരെ ബാബുരാജ് ചെയ്തുകൊണ്ടിരുന്ന വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു. പക്ഷെ പെട്ടെന്ന് സാൾട്ട് ആൻഡ് പെപ്പറിൻ്റെ അകത്ത് തുടക്കത്തിൽ ബാബുരാജിൻ്റെ ആ ഒരു ഇൻട്രോ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ ഇതൊരു വില്ലനാണ് വരുന്നത്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ ഒരു അടി നടക്കും. പെട്ടെന്ന് ബാബുരാജിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് വളരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ത്രൂ ഔട്ട് ആ ക്യാരക്ടർ അങ്ങനെയാണ് അത് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ചിരി വരാൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസ്റ്റ് ആയിട്ടുള്ള സിനിമയിൽ അദ്ദേഹം ചെയ്തു വന്നിരുന്ന റോളുകൾ എങ്ങനെയായിരുന്നു, അവിടെയാണ് ആ ക്യാരക്ടറിന് ഒരു ബ്രേക്ക് സംഭവിക്കുന്നത്. പറഞ്ഞു വന്നത് വിശേഷം എന്ന സിനിമയിലെ നായകനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മളെ പ്രേക്ഷകരെ വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കുന്നത് ശരിയായിട്ടുള്ള പ്രവണതയല്ല. കാരണം കുട്ടികളില്ലാത്ത ദമ്പതികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈ പറയുന്ന പൗരുഷമുള്ള ആണുങ്ങളെ പോലെ നല്ല മസിലുള്ള, വിരിഞ്ഞ മസിലുള്ള, അല്ലെങ്കിൽ കാണാൻ നല്ല ഗ്ലാമറുള്ള, നല്ല ഉയരമുള്ള, ഈ പറയുന്ന പോലെ ആണുങ്ങളുടെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരുപാട് വ്യക്തികൾക്ക് വന്ധ്യത അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത അവസ്ഥകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെ ഒരിക്കലും ഉയരം കുറഞ്ഞ ആളോ അല്ലെങ്കിൽ ഈ പറയുന്ന കഷണ്ടിയായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഫെമിനിനായിട്ട് സംസാരിക്കുന്ന ആണുങ്ങളോ അതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ളൊരു നായകനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇതിനുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ, ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ അറിയാമോ, ഇങ്ങനത്തെ ഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ വക കാര്യങ്ങൾ അവിടേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് വീണ്ടും ആൾക്കാരിലേക്ക് തെറ്റിദ്ധാരണകൾ പരത്തും. വിശേഷം എന്ന സിനിമയിൽ നായകൻ്റെ സങ്കല്പങ്ങൾ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു നായകൻ അതൊരു പക്ഷെ കഥയ്ക്ക് ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ കഥയുടെ ആവശ്യത്തിനായിരിക്കാം ആ ഒരു നായകൻ്റെ കഥാപാത്രത്തെ അങ്ങനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒരു വാവ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കിക്കാണേണ്ട കാര്യമല്ല. ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണ്, വളരെ കോമൺ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. കാലം ഇത്രയും പുരോഗമിച്ചു, കാലഘട്ടം മാറി, ആൾക്കാരുടെ ചിന്താരീതികൾ മാറി, ആൾക്കാർ സമൂഹത്തിലും സിനിമയും എല്ലാ മാധ്യമങ്ങളെയും നോക്കിക്കാണുന്ന രീതികളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ സട്ടിലായിട്ട് ചില കാര്യങ്ങൾ ഒളിച്ചു കടത്തുന്ന പോലെയാണ് എനിക്ക് ഈ ചിത്രം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.